എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ കൊണ്ടു നടക്കുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ ഫോൺ. ഇത് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതുകൂടാതെ ആരിലൊക്കെ മോഷണം ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ ഒത്തിരി പേഴ്സണൽ ഡാറ്റകൾ ഈ ഫോണിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഇപ്പോഴും അത് നമുക്ക് വളരെയധികം ദൂഷ്യം ചെയ്യും ഈ ഫോൺ തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതൊരു മോഷ്ടാവിന്റെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ ഫോൺ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വളരെ കൺഫ്യൂഷൻ പലരും തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കതിനെ ട്രേസ് ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ ഉണ്ട്. അതൊക്കെ എന്താണ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ വളരെ ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഫോൺ പോയി എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ സേവനദാതാവ്, അതാരായിക്കോട്ടെ, ഒരുപക്ഷെ ഐഡിയ ആകാം, ഐഡിയ വോഡഫോൺ ആകാം, നമ്മുടെ ജിയോ ആകാം, BSNL ആകാം, എയർടെൽ ആകാം, ഏതായിക്കോട്ടെ, അവർക്ക് നമ്മൾ ഉടനെ തന്നെ അപേക്ഷ കൊടുത്ത് നമ്മുടെ സിം ബ്ലോക്ക് ചെയ്യുക. അതിനുശേഷം അതേ നമ്പറിൽ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ വാങ്ങുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ വാങ്ങിയതിന് ശേഷം അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാണോ, ഏത് പോലീസ് സ്റ്റേഷൻ അതിർത്തി വെച്ചാണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്, ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു പരാതി കൊടുക്കുക. ഈ പരാതി കൊടുത്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേന്ദ്ര ടെലികോം വകുപ്പിന് കീഴിലുള്ള സഞ്ചാർ സാഥി എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അവിടെ കൊണ്ട് പരാതി ഇതിനു വേണ്ടിയിട്ടുള്ള പരാതി ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കയ്യിൽ കരുതേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഫോണിൽ എല്ലാ ഫോണിനും ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. 2 സിമ്പിളാണ്, 2 ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. IMEI നമ്പർ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഈ നമ്പർ നമ്മളെപ്പോഴും നമ്മുടെ ഫോൺ വാങ്ങിക്കുമ്പോൾ ആ ഫോണിന്റെ കവറിൽ ഒരു പക്ഷേ ഉണ്ടാവും. ആ കവറിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ബില്ലിലൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഫോൺ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഐഡന്റിഫിക്കേഷൻ IMEI നമ്പർ നഷ്ടപ്പെട്ടു പോകാനുള്ള അവസരം ഉണ്ടാകരുത്. അപ്പം അതിനുശേഷം അതുപോലെ തന്നെ മോഡൽ, അതൊക്കെ നമ്മുടെ ആ കവറിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഈ സഞ്ചാർ സാത്തി.gov.in എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിന്റെ ഉള്ളില് ബ്ലോക്ക് യുവർ ലോസ്റ്റ് സ്റ്റോളൻ മൊബൈൽ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ CEIR സെൻട്രൽ എക്വിപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ ഉണ്ട്. ഈ മൊഡ്യൂൾ ഓപ്പൺ ചെയ്ത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഈ പരാതി ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ, ഒന്ന് നമ്മുടെ ഫോണിന്റെ IMEI നമ്പർ ഉണ്ടാകണം, അത് എൻ്റെ അടുത്ത് ചോദിക്കും, അതവിടെ അടിച്ചു കൊടുക്കണം. അതുപോലെ ഫോണിന്റെ മോഡൽ വേണം, അത് ചോദിക്കും, അത് അടിച്ചു കൊടുക്കണം. നമ്മുടെ ഐഡന്റിറ്റി കാർഡ് ഏതാണോ, നമ്മുടെ ഒരു ഐഡന്റിറ്റി വെളിവാക്കുന്ന ഒരു രേഖ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കൂടാതെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ കോപ്പി അത് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞ് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സിമ്മിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത സിമ്മിലേക്ക് ഒരു OTP വരും. അത് നമ്മൾ അതിനകത്ത് അടിച്ചു കൊടുത്ത് ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ക്വിക്കായിട്ട് തന്നെ നടപടികൾ നടക്കുന്ന ഒരു സംഭവമാണ്. ധാരാളം പേർക്ക് ഫോണുകൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഇതുവരെ 2023 ഓപ്പൺ ചെയ്ത സംഭവമാണ് ഈ സഞ്ചാർ സാത്തി. ഇതുവരെ ഏകദേശം 50 ലക്ഷത്തോളം പേരുടെ ഫോണുകൾ ഇതുപോലെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 37 ലക്ഷത്തിന് മേളിൽ ഫോണുകൾ തിരികെ എടുത്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തിരികെ നമുക്കത് അതിന്റെ ആൾക്കാർക്ക് തിരികെ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കാര്യക്ഷമമായ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നടപടികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഫോണുകൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഇനി അഥവാ നമുക്ക് തിരിച്ചു ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഫോൺ വെച്ച് മറ്റൊരാൾക്ക് ദുരുപയോഗം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് IMEI അത് ബ്ലോക്ക് ചെയ്ത് IMEIയിലുള്ള ഫോണ് ബ്ലോക്ക് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ ഈ ഫോൺ നമുക്ക് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും അൺലോക്ക് ഫൗണ്ട് മൊബൈൽ എന്ന് പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഈ ഫോണിന്റെ ലോക്ക് ചെയ്തിരിക്കുന്നതിന് അൺലോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി ഇതുപോലെ ഫോണ് നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ മോഷണം പോയാൽ ആരും തന്നെ പാനിക്കാകാതെ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകാതെ ഇപ്രകാരത്തിൽ വളരെ ഈസി ആയിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കുറിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഫോണ് തിരികെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുക. താങ്ക് യു.